ഹലോ, അപ്പോൾ ജാസൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ അതേ മഴയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒരു കൂടി വന്നപ്പോൾ ഒരു 7 ദിവസം ഉണ്ട് കേട്ടോ. ബാക്കിൽ മുറ്റം അങ്ങനെ ബാക്ക് സൈഡിലേക്ക് വരേണ്ട കാര്യമില്ല, എപ്പോഴും അടിക്കാറുമില്ല. ഒരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അടിച്ചാൽ മതി. പക്ഷേ നമ്മുടെ മഴ പെയ്ത് പിന്നെ കുറച്ച് ദിവസമായിട്ട് അടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതേ അതിൻ്റെ ഒരു റിസൾട്ടാട്ടോ ഈ കാണുന്നത്. ഫുള്ള് ബാക്കിലെ മാങ്ങയൊക്കെ വീണ് പഴുക്കാറായതും ഈ പക്ഷികൾ കൊത്തിയിട്ടതും എല്ലാം വീണാകെ നാശമായി കിടക്കുക കേട്ടോ. അപ്പോൾ അതെ ഇന്നിപ്പോൾ മുറ്റമൊന്ന് അടിച്ച് തുടങ്ങാമെന്ന് വെച്ചു. ഫുള്ള് ബാക്ക് സൈഡ് നല്ല ക്ലീൻ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ബാക്ക് സൈഡ് അടിക്കണമെന്ന് ആഗ്രഹമില്ലാണ്ടല്ലോ കേട്ടോ. പക്ഷെ നമുക്കൊരു മഴ കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം പറമ്പൊക്കെ ഉള്ളവരുടെയൊക്കെ സ്ഥലത്താണെങ്കിൽ നോക്കിയിട്ട് കാര്യമില്ല. ഫുള്ള് പൊടിക്കൊതുക കേട്ടോ. ഭയങ്കര കൊതുകിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതുകിന്റെ പ്രശ്നം. നമുക്ക് മുഖത്തൊക്കെ നമ്മുടെ മുഖത്ത് വന്നിട്ട് കൊതുകിരിക്കുന്ന കാണണം. 4-5 എണ്ണമൊക്കെ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് പകൽ സമയത്ത് പോലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പുറത്തെ പണികളൊന്നും ചെയ്യാനേ തോന്നത്തില്ല. അപ്പോൾ അതേ കുറച്ച് ദിവസം ആയതുകൊണ്ട് മാങ്ങയൊക്കെ എല്ലാം ഇരുന്നളിഞ്ഞ് ഫുള്ളൊരപ്പിപ്പരുവത്തിലാണ് കിടക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ ഇടക്കും തിളക്കൊക്കെ മഴയുള്ളതുകൊണ്ട് ഭയങ്കര കൊതുകിന്റെ ശല്യവും പ്രാണിയുടെ ശല്യവും ഭയങ്കര കൂടുതലാണ്. അപ്പം എന്തായാലും ഇന്നങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിക്കും ഓരോ മാങ്ങ അഴുത്ത് പുഴുത്തൊക്കെ കിടക്കുന്ന കാണുമ്പോൾ മാങ്ങ തന്നെയാണോ എന്ന് സംശയമാണ്. ഡൗട്ടടിച്ചാണ് നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്തെടുത്തത്. അങ്ങനത്തെ പിള്ളേരെയൊക്കെ ഇട്ട് പുറത്തിറങ്ങിയെന്ന് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ വീടിനകത്ത് ഒരാളെ ഇട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ആളിതേ ഭയങ്കര ബഹളവും കരച്ചിലും ആയിട്ടോ. എന്നാടാ എന്നാടാ ആരുമില്ലായിരുന്നോ? എന്നാ പറ്റി? ഒറ്റക്കാലത്ത് നിന്നപ്പോ പേടിയായ കുഞ്ഞുമണി? എന്നാ പറ്റി? ഭാഗ്യ പോരെ. അവനൊന്ന് എടുത്തിട്ട് വന്നിട്ട് പുറത്തേക്ക് ഒറ്റയ്ക്ക് എന്താണപ്പാ ഞങ്ങളോ കൊതുകടി കൊള്ളുന്നത്. നീയെങ്കിലും കൊതുകടി കൊള്ളായിരിക്കട്ടെന്ന് കരുതിയില്ല അത് എടുത്തിട്ട് പോന്നെ. അപ്പൊ നിനക്ക് കൊതുകടി കൊണ്ടാലേ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഇവിടെ ഇരുന്ന് മുറ്റ പിടിക്കാം. ഇവിടെ ഇരുന്നോ? ഡാൻസ് കളിക്കാനും ഫുഡ് കഴിക്കാനും മാത്രമേ എൻ്റെ കൂടെ ആളുള്ളൂ. പണിയെടുക്കാൻ എൻ്റെ കൂടെ ആരുമില്ല എൻ്റെ കൂടെ പണിയെടുക്കാനായിട്ട്. എല്ലാരും ഇങ്ങനെ വെറുതെ നോക്കിന്നാ മതി. ഒറ്റയ്ക്ക് പണിയെടുക്കണം. ഡാൻസ് കളിക്കാൻ നിൽക്കാറില്ല നീ എൻ്റെ കൂടെ? ഫുഡ് കഴിക്കുമ്പോ വരാറില്ലേ നീ എൻ്റെ കൂടെ? കിടക്കുമ്പോ നീ എൻ്റെ കൂടെ നടക്കാറില്ലേ? പണിയെടുക്കാൻ മാത്രം ആരുമില്ലാത്ത ആരുമില്ല എൻ്റെ കൂടെ. പണിയെടുക്കാൻ പോലെ എൻ്റെ കൂടെ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് എടുക്കണം. ഇതെടുത്ത് യൂട്യൂബിലിട്ടാ കൂടി എനിക്കൊരു 10 ലൈക്ക് തരാൻ പോലും ആരുമില്ല. പൊയ്ക്കോ നീ. എനിക്ക് ആരും വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് പണിയെടുത്തോളാം. പൊയ്ക്കോ. പോണ്ടാട്ടാ അമ്മ കുഞ്ഞ് 1 2 3 4 5 6 7 8 9 10 ഇവിടെ തുടങ്ങും. അപ്പത്തേക്ക് കാണുന്ന ഭംഗിയുണ്ടല്ലോ. ഒരു 5-10 മിനിറ്റ് പോലും നിലനിൽക്കില്ല കേട്ടോ. നല്ലൊരു കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ സൈഡിലേക്ക് ഒരു പുളിമര, അതിൻ്റെ ഇലയും കൂടി വീണ് കഴിഞ്ഞാൽ അടിപൊളിയായി. പുളിമരത്തിൻ്റെ ഇലയിൽ നിന്നാണെങ്കിൽ അടിച്ചെടുക്കാൻ ഭയങ്കര പാടുവാണ്. പോരാത്തതിന് ഈ മാവിൻ്റെ സകല സാധനവും വീഴും. പഴുത്ത മാങ്ങയും വീഴും. ആകെ നാശമാവും. അപ്പോൾ ഈ മഴയുടെ സമയത്ത് ചക്കയും മാങ്ങയൊക്കെ ഉള്ളവർക്കാണ് കേട്ടോ ഈ വീഡിയോ എന്നിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ഭയങ്കര ശോകാവസ്ഥയാട്ടോ. പിന്നെ മാങ്ങനേക്കാളും കഷ്ടം ചക്കയാട്ടോ. അത് മേളിൽ നിന്ന് പഴുത്ത് ചീഞ്ഞ് വെള്ളത്തിപ്പടി വീഴുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ശോകാവസ്ഥയാട്ടോ. അപ്പോൾ ഇതുപോലെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.